ചേച്ചി സന്തോഷത്തിന്റെ കാര്യം പറയുമ്പോൾ സുജിത്ത് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞെങ്കിലും നിങ്ങൾക്ക് സന്തോഷമാണ്. അതുകൊണ്ടാണ് വീണയുടെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ വീണ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് സുജിത്തിനോട് ചോദിക്കുന്നുണ്ട്, കുട്ടികൾക്ക് അച്ഛനും അമ്മയും ഒരുമിച്ച് എന്ന് ചോദിക്കുമ്പോൾ സുജിത്ത് പറയുന്നുണ്ട്, ഒരുമിച്ച് നിൽക്കേണ്ടതാ, പക്ഷെ ഏതാ വലുതെന്ന് വെച്ചാൽ സന്തോഷം കൂടെ വേണ്ടേ, അപ്പോൾ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കണേന്ന് പറഞ്ഞു. ആ പിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സൗഹൃദപരമായി തന്നെ പറഞ്ഞ് പിരിയാൻ പറ്റുമോ? നമ്മൾ ഐഡിയൽ സിറ്റുവേഷനിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് സിനിമയിൽ, സൗഹൃദപരമായി നമ്മൾ പറഞ്ഞു പിരിയുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമുക്ക് നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ വന്നിട്ടാണ് നമ്മൾ രണ്ട് സ്പേസിലേക്ക് നിൽക്കുന്നത്. എന്തായിരുന്നു ആ സാഹചര്യം? എന്തായിരുന്നു? ഇല്ല, അത് ആക്ച്വലി ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അത് പല ഇൻ്റർവ്യൂസിലും ചോദിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും. ഈ ഇടയ്ക്കും ഞാനൊരു ഇൻ്റർവ്യൂവിൽ സുജിത്തിനോട് ചോദിച്ചൊരു ചോദ്യം വളരെ ബാലിശമായിട്ട് തോന്നി. നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് ചോദിക്കുമ്പോൾ, ഇപ്പം ഞാനൊരു സെലിബ്രിറ്റി എന്നതിനപ്പുറത്ത് അല്ലെങ്കിൽ സുജിത്ത് ഒരു സെലിബ്രിറ്റി എന്നുള്ളതിനപ്പുറത്തേക്ക് ചോദിക്കുമ്പോൾ ആ ഇരിക്കുന്നവരും മനുഷ്യരാണ്, അവർക്കും വികാരങ്ങളുണ്ട്, അവർക്കും സങ്കടങ്ങളുണ്ട്, അവരും മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരാളാണെന്ന് ഉള്ള ഒന്ന് മനസ്സിലാക്കിയിട്ടോ ആ ചിന്തയിലോ വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. ഇത് അങ്ങനെയില്ലാത്ത ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ എന്താണ് ഇൻ്റർവ്യൂസ് കൊടുക്കാത്തതെന്ന്. ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് മെയിൻലി സുജിത്തിൻ്റെ എനിക്കറിയില്ല, മെയിൻലി ചോദിച്ചിരുന്ന ചോദ്യങ്ങൾ ഇതിനെക്കുറിച്ചാണ്. എനിക്കും എൻ്റേതായ പേഴ്സണൽ ലൈഫ് വേണ്ടേ, എനിക്കും എൻ്റേതായ ഒരു മീൻസ് സെലിബ്രിറ്റിയാണ്, സമ്മതിച്ചു, സെലിബ്രിറ്റിയാണ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫ് നാട്ടുകാരുടെയാണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് നാട്ടുകാരുടെ അല്ല, എൻ്റെ മാത്രം. സോ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിട്ട് വെറുതെ ആൾക്കാർക്ക് അമ്മാനമാടാൻ കൊടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ വളരെ മാന്യമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത്. അതിന് പ്രത്യേകിച്ച് സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മനുഷ്യരാണ്, രണ്ട് വ്യക്തിത്വങ്ങളാണ്, രണ്ട് സ്വഭാവമുള്ള ആൾക്കാരാണ്. എനിക്ക് പ്രശ്നമില്ല, സുജിത്തിന് പ്രശ്നമില്ല, എൻ്റെ വീട്ടിൽ പ്രശ്നമില്ല, സുജിത്തിൻ്റെ വീട്ടിൽ പ്രശ്നമില്ല. ബിക്കോസ് ഞങ്ങൾ ഇപ്പോഴും നല്ല കോണ്ടാക്ട്സിലിരിക്കുന്ന ഫാമിലീസാണ്. മിനിഞ്ഞാതും കൂടി അമ്മ വിളിച്ചിരുന്നു. ഞാൻ ഇവിടെ കൊച്ചിയിൽ അച്ഛനും അമ്മയും വന്നപ്പോൾ സുജിത്തിൻ്റെ ഫ്ലാറ്റിൽ പോയിട്ട് ഞാൻ അച്ഛനെയും അമ്മയും കണ്ട് മടങ്ങിയ ആളാണ്. സുജിത്തിനെ ഞാൻ വിളിക്കാറുണ്ട്, സുജിത്ത് എന്നെ വിളിക്കാറുണ്ട്, കാര്യങ്ങൾ പറയാറുണ്ട്. അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ച് പിരിയാൻ പറ്റിയെങ്കിൽ അതിനപ്പുറത്തേക്കൊന്നുമില്ല. അടിച്ചു പിരിയുന്നതിൽ എത്രയോ വലുതാണ്. ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വരുമായിരിക്കും, പാചകം പഠിക്കാൻ എളുപ്പമാണ്, പാചകം പഠിക്കാൻ എളുപ്പമാണ്, വിഷമമുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ, ജീവിതം മുന്നോട്ട് പോകണം. ഇത് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. നാളെ എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം, ഞാൻ തന്നെ എന്താ പറയാ സമ്പാദിക്കണം എന്നുള്ള ബോധം എനിക്ക് വേണം. എങ്കിൽ നമ്മൾ അത് കളഞ്ഞിട്ട് നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയും മരിച്ചു പോയാൽ നമ്മൾ ജീവിക്കുന്നില്ലേ? നമ്മളത് മറന്ന്, ഓർമ്മയിലുണ്ടാവും മനസ്സിൽ, പക്ഷെ നമ്മൾ അത് മറന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചിരിക്കാതിരിക്കുന്നില്ലേ, നമ്മൾ സന്തോഷിക്കാതിരിക്കുന്നില്ലേ, നമ്മളൊരു കല്യാണത്തിന് പോകുന്നില്ലേ, പാർട്ടിക്ക് പോകുന്നില്ലേ? അതുപോലുള്ളൂ മരണവും. മറക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് നമ്മുടെ പാസ്റ്റുകൾ മറക്കുക, പക്ഷെ മനസ്സിലുണ്ടാവണം. ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു ഘടകം നമ്മുടെ മോളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള കുട്ടിയാണ് ഞങ്ങളുടെ മോള്. എൻ്റെ മോളല്ല, ഞങ്ങളുടെ മോള്. സോ ഞാനും സുജിത്തും സ്റ്റിൽ ഗുഡ് ഫ്രണ്ട്സ്. പ്രൊഫഷണലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. വലുതായിട്ടല്ലെങ്കിലും സിനിമ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ വിളിച്ച് ഞാൻ കണ്ടു കേട്ടോ, നന്നായിട്ടുണ്ട്, നീ അത് ശ്രദ്ധിക്കണം, അത് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുകയും, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യും, ബർത്ത്ഡേക്ക് വിഷ് ചെയ്യും ഒക്കെ ചെയ്യുന്ന നല്ല രണ്ട് വ്യക്തികളാണ് ഞങ്ങളിപ്പോൾ, രണ്ട് സുഹൃത്തുക്കളാണ്. എന്ത് മറന്നെന്ന് പറഞ്ഞാലും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ, അതെനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, പക്ഷേ സിനിമാറ്റിക് കണ്ടീഷനാണിത്. എന്ന് വെച്ചാൽ നമ്മൾ ഐഡിയലിസ്റ്റിക് ആയിട്ട് ഇതൊക്കെ പറയുമ്പോഴും കാമുകന്മാരായിരിക്കുമ്പോൾ നമ്മൾ പറയും, എടാ നമ്മൾ ബ്രേക്കപ്പ് ആകുമ്പോൾ ചായ കുടിച്ച് പിരിയണമെന്ന് പറയും. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്. കാരണം മുറിവേൽക്കുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിയുന്നത്. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്തെടുത്തത് ഭയങ്കര രസമായിട്ടാണ്. ഇപ്പോൾ ചേച്ചി സംസാരിക്കുന്ന കേൾക്കുമ്പോൾ എനിക്കത് എക്സിക്യൂഷൻ ലെവലിലാണ്. ഇപ്പോഴും നിങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്, ഇനി അത് സ്മൂത്തായി പോകുമെന്നാണ് കരുതുന്നത്. പക്ഷെ ഇതിനൊക്കെ ഇത്രയും ഒരു ചെറിയ ബുദ്ധി പോരാ, ഭയങ്കര ബുദ്ധിജീവിയാ ചേച്ചി. ബുദ്ധിയില്ല, എക്സ്പീരിയൻസസ് ആണ് ബുദ്ധി എന്നതിലപ്പുറത്തേക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ജീവിതം നമുക്ക് ജീവിച്ച് തീർക്കണം.
തല്ലി തീർക്കാൻ പറ്റില്ല. തല്ലി തീർക്കാൻ പറ്റില്ല, ജീവിച്ച് തീർക്കണം, മനസ്സമാധാനത്തോടെ തീർക്കണം. അദ്ദേഹത്തിനും എനിക്കും മനസ്സമാധാനം തരുന്ന ഒന്നാണ് ഞങ്ങളെടുത്ത തീരുമാനമെങ്കിൽ അതെന്തുകൊണ്ടും നല്ലതല്ലേ. വെരി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഈ കാര്യം സംസാരിക്കുന്നത്. അത് എത്രയോ നാളിന് ശേഷം. ഇനി ആരും അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ഇന്റർവ്യൂകളിലും ചോദിക്കരുത്, ഞാൻ പറയില്ല. പക്ഷെ ഇപ്പൊ ഇമോഷൻസ് ഇല്ലാതെ ചേച്ചിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി തുടങ്ങിയില്ലേ? ഓഫ് കോഴ്സ്, ബിക്കോസ് ഞാൻ പറഞ്ഞ പ്രാക്ടിക്കൽ വശങ്ങൾ, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ മോള്, ഇവർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും കഴിഞ്ഞ 3-4 ആഴ്ച മുമ്പ് എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു. അച്ഛനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് സുഹൃത്ത് കാണാൻ വന്നിരുന്നു. ഞാനാണ് പുള്ളിക്ക് ചായട്ട് കൊടുത്തത്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കോംപ്ലിക്കേഷൻ അല്ല. ഡിവോഴ്സ് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങനെ നിങ്ങളൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയെങ്കിൽ അത് നിങ്ങളുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ കുഴപ്പമല്ല. എങ്ങനെ പറ്റുന്നു എന്നൊക്കെ ചോദിക്കാം. പറ്റിയില്ലേ? ഇപ്പോഴും പറ്റുന്നുണ്ട്. എൻ്റെ ഒരു ഒറ്റ ആഗ്രഹം ഇതായിരുന്നു, നാളെ ഒരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ എനിക്ക് പുള്ളിയെ കണ്ട് ഷേക്ക് ഹാൻഡ് കൊടുത്ത് ചിരിച്ച് ഹഗ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സുജിത്തിൻ്റെ ബ്രദർ മരിക്കുമ്പോൾ ഞാൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു കൂടെ. അതും സോഷ്യൽ മീഡിയ ആഘോഷിച്ചു. എല്ലാവരും കാത്തു നിന്നത് മഞ്ജു മകളും വരുമോന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്ത് അയ്യോ, ഭയങ്കര രസമാണ് അത് കാണുമ്പോൾ. ചിരി വരും, പക്ഷെ എങ്കിലും വിചാരിക്കും പാവങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ, കണ്ടവന്റെ ജീവിതം വിറ്റാണെങ്കിലും അവർ ജീവിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ചില സമയത്ത് രജനീഷ്, നമ്മുടെ ലൈഫ് നമ്മൾ ഒരുപാട് മാറ്റും. നമ്മുടെ ടെററാണ്, ആവശ്യങ്ങൾക്ക് ടെററാണ്, ഇല്ലാന്ന് പറയുന്നില്ല. എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ടെററാവും. അതിനപ്പുറത്തേക്ക് ഞാൻ ഇപ്പൊ വേറെ ഒന്നിനും ടെററാവാറില്ല. എന്റെ കൊച്ചിനെ എന്തെങ്കിലും അനാവശ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് ഞാൻ ഉണരും. അതൊരു മഞ്ജുപിള്ള ആയതുകൊണ്ടല്ല, ഞാൻ ദയയുടെ അമ്മ ആയതുകൊണ്ടാണ് ഉണരുന്നത്. പിന്നെ അല്ലാതെ ഞാൻ ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ യാത്രകൾ, നമ്മുടെ വായനകൾ ഒക്കെ നമ്മുടെ ലൈഫിനെ മാറ്റും. നമ്മൾ ഒരുപാട് ചേഞ്ച് ആവും. നമ്മളൊരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. എൻ്റെ ലൈഫിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു സ്ഥലത്ത് പോയാൽ നമുക്കിഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം കണ്ടാൽ പണ്ടൊക്കെ ഞാൻ റിയാക്ട് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി, ഒന്നിനും മറുപടി പറയാതെ ഇങ്ങനെ മാറി ഒരു സൈഡിൽ ചിരിച്ചിരിക്കും. എന്നെ ദ്രോഹിച്ച ഒരു മനുഷ്യനാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നതെങ്കിലും എനിക്കറിയാമെങ്കിലും ഞാനത് ഭാവിക്കില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ പഠിച്ചു. ലോകം അങ്ങനെ മാറിക്കഴിഞ്ഞു രജനീഷ്. പക്ഷെ ആ മഞ്ജു അല്ലേ കുറച്ചുകൂടെ നല്ലത് ചേച്ചി, പ്രതികരിക്കുന്ന മഞ്ജു. അന്ന് ആ കാലത്ത് പ്രതികരിക്കാൻ പറ്റുമായിരുന്നു. ഇക്കാലത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്നെ ആയിരിക്കുമല്ലോ വെട്ടുന്നത്, എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനെ അമ്മയും വെട്ടും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളത് പേടിക്കണം. ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്നെ വെട്ടി തീർന്നു. പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുക എൻ്റെ ബന്ധുക്കൾ പോയാൽ എനിക്ക് സഹിക്കില്ല. അപ്പം എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു, എൻ്റെ മകൾക്ക് എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല. പക്ഷെ എന്ന് വെച്ച് വായടച്ച് പഞ്ചപുച്ഛമടക്കിയിരിക്കുമെന്ന് പറയുന്നില്ല. പ്രതികരിക്കേണ്ട അവസ്ഥകൾ വന്നാൽ ഞാൻ ഉറപ്പായിട്ടും പ്രതികരിക്കും. അത്ര ക്രൂഷ്യൽ ആണെങ്കിൽ ഞാൻ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞത് എന്നെ ഉപദ്രവിച്ച ഒരാളുടെ അടുത്താണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ക്ഷമിച്ചാലും കുഴപ്പമില്ലാന്ന് തോന്നുന്ന സ്ഥലത്താണ്. എന്നെ ഉപദ്രവിച്ച ആൾക്കാർ, എന്നെ ദ്രോഹിച്ച ആൾക്കാർ, എന്നെ കുറിച്ച് മോശം പറഞ്ഞ ആൾക്കാരെയൊക്കെ പണ്ടൊക്കെ ഞാൻ വേറൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. പണ്ടൊക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ അടുത്തും ഒരേപോലെ പെരുമാറി കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ സീരിയസ്ലി സോഷ്യൽ മീഡിയ ഒരുപാട് മോശമായി. കാരണം മെയിൻ റീസൺ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു പോസ്റ്റ്, വളരെ നല്ല പോസ്റ്റ്, ഡീസൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് വന്നാൽ അതിൻ്റെ അടിയിൽ നമ്മളെക്കുറിച്ച് ഭയങ്കരമായിട്ട് മോശം എഴുതുന്ന ആൾക്കാരുണ്ടായി. ഇപ്പം ഞാൻ അതുകൊണ്ട് തന്നെ മെസ്സേജസ് വായിക്കാറില്ല. പക്ഷെ എങ്കിലും ചില ആൾക്കാർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വട്ടം വരച്ച് നീ ഇത് കണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് അയച്ചു തരും. അത് വേറൊരു മാനസികാവസ്ഥയാണ്, മാനസിക രോഗികളാണ്. അപ്പം അത് കാണുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, ഇത് നമുക്ക് പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ ഈ അയച്ചവൻ ആരാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അവനും ചിലപ്പോൾ നമ്മളെടുത്ത് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നവനായിരിക്കും. ചില മാനസിക രോഗികളാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ തീരെ കുഞ്ഞുങ്ങളും വയസ്സായ ആൾക്കാരും അല്ലാതെ വേറെ ആര് വന്നാലും ഞാനൊരു ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കാറുള്ളൂ. അതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞത് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ലൈഫ്. ഒരാളെടുത്ത് മിണ്ടാൻ തന്നെ പേടിയായി തുടങ്ങി.